നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ചിതറയിൽ മുക്കുപണ്ടം പണയം വെച്ച് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും 30 ലക്ഷം രൂപയോളം തട്ടിയെടുത്ത 4 പ്രതികളിൽ ഒരാൾ പിടിയിൽ. അഞ്ചാലുമൂട് സ്വദേശിയായ അൽത്താഫാണ് പിടിയിലായത്. കഴിഞ്ഞ മാർച്ചിലാണ് സംഘം ചിതറയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെത്തിയത്. തുടർന്ന് പൂർണ്ണ ഗർഭിണിയായ രമ്യ മാർച്ച് 4-ാം തീയതി പണമിടപാട് സ്ഥാപനത്തിലെത്തി സ്വർണം പണയം വെച്ചു. തുടർ ദിവസങ്ങളിലും സമാനമായി രമ്യ പണയം വെച്ചു പണം വാങ്ങി. തുടർന്ന് കഴിഞ്ഞ മെയ് മാസം 13-ാം തീയതി സ്ഥാപനത്തിലെത്തി പ്രസവത്തിന് പോകാനാണെന്നും കൊട്ടാരക്കരയിൽ വീടുപണി നടക്കുന്നു എന്ന് പറഞ്ഞും കൂടുതൽ ഉരുപ്പടികൾ പണയം വെച്ചു. ഫിനാൻസിലെ പരിശോധനയിൽ യാതൊരുവിധ സംശയവും തോന്നിയിരുന്നില്ല. തുടർന്ന് ഇക്കഴിഞ്ഞ 13-ാം തീയതി രമ്യയുടെ ഭർത്താവ് നന്ദു എന്ന് പരിചയപ്പെടുത്തി ഫിനാൻസ് സ്ഥാപനത്തിലെത്തി വെച്ചിരിക്കുന്ന സ്വർണത്തിന്റെ പലിശ ചോദിക്കുകയും ചിതറയിൽ വീട് നിർമ്മാണം നടക്കുന്നതിനാലാണ് സ്വർണം പണയപ്പെടുത്തി പണം വാങ്ങുന്നതെന്നും ഫിനാൻസറോട് പറയുകയായിരുന്നു. എന്നാൽ ഇയാളുടെ ഭാര്യ പറഞ്ഞത് കൊട്ടാരക്കരയിൽ വീട് നിർമ്മാണം നടക്കുന്നു എന്നാണ്. സംശയം തോന്നിയ ഫിനാൻസ് ഉടമ പണയ ഉരുപ്പടികൾ കടയ്ക്കലിലെ ജുവലറിയിൽ കൊണ്ടുപോയി പരിശോധന നടത്തി. എന്നാൽ പരിശോധനയിൽ സ്വർണം തന്നെയാണെന്നാണ് തെളിഞ്ഞത്. എന്നാൽ പണയ ഉരുപ്പടി മോഷണം മുതലോ എന്ന സംശയത്തിൽ നൽകിയ ആധാറിന്റെ അഡ്രസ്സിൽ അന്വേഷണം നടത്തി. എന്നാൽ ഇങ്ങനെയൊരു അഡ്രസ്സോ ആളോ ആ പ്രദേശത്തില്ലെന്ന് മനസ്സിലാക്കിയ ഫിനാൻസ് ഉടമ പണയ ഉരുപ്പടി കടയ്ക്കൽ ജുവലറിയിൽ കൊണ്ടുപോയി കൂടുതൽ പരിശോധനയ്ക്കായി കട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് മുക്കുപണ്ടം ആണെന്ന് തിരിച്ചറിയുന്നത്. തുടർന്നാണ് ചിതറ പോലീസിൽ പരാതി നൽകുന്നത്. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കഴിഞ്ഞ ജനുവരിയിൽ അട്ടക്കുളങ്ങര സബ് ജയിലിൽ നിന്നും സമാനമായ കേസിൽ ജാമ്യത്തിലിറങ്ങിയ രമ്യയാണ് മുക്കുപണ്ടം പണയപ്പെടുത്തി ഇവിടെ നിന്നും പണം തട്ടിയതെന്ന് പോലീസ് കണ്ടെത്തി. മുക്കുപണ്ടം പണയം വയ്ക്കുന്ന ഫിനാൻസ് സ്ഥാപനത്തിന് സമീപമുള്ള അഡ്രസ്സിൽ വ്യാജ പേരിൽ ആധാർ കാർഡ് ഉണ്ടാക്കിയതിനു ശേഷമാണ് സംഘം പണയം വയ്ക്കാൻ എത്തുന്നത്. ഫിനാൻസ് ഉടമയെ പരിചയമുള്ള രീതിയിൽ സംസാരിച്ച് കയ്യിലെടുത്ത ശേഷമാണ് പണയം വയ്ക്കുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 3-ാം പ്രതിയായ അൽത്താഫിനെ കൊല്ലത്തു നിന്നും പിടികൂടി. ഇയാൾ അടിപിടി കേസ് ഉൾപ്പെടെ സമാനമായ 9 കേസുകളിൽ പ്രതിയാണ്. ഒളിവിലുള്ള രമ്യ ഉൾപ്പെടെ ബാക്കി 3 പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ചിതറ പോലീസ്.